മാരക്കാന സ്റ്റേഡിയത്തിൽ സാമ്പാ താളം മുഴങ്ങിയ ആവേശ പോരാട്ടത്തിൽ പനാമയെ 2-നെതിരെ 6 ഗോളുകൾക്ക് തകർത്തിരിക്കുകയാണ് ബ്രസീൽ. പരിശീലകൻ കാർലോ അൻസലോട്ടിയുടെ കീഴിലിറങ്ങിയ കാനറികൾ ക്ലിനിക്കൽ ഫിനിഷിങ്ങിലൂടെയും അഗ്രസീവ് ഫുട്ബോളിലൂടെയും ആധികാരിക വിജയമാണ് സ്വന്തമാക്കിയത്. മത്സരം ആരംഭിച്ച് വെറും 2-ാം മിനിറ്റിൽ തന്നെ വിനീഷ്യസ് ജൂനിയറിലൂടെ ബ്രസീൽ അക്കൗണ്ട് തുറന്നു. ബോക്സിന് പുറത്തു നിന്ന് വിനീഷ്യസ് ഉതിർത്ത തകർപ്പൻ ഷോട്ട് പനാമ ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കി പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് താഴ്ന്നിറങ്ങി. എന്നാൽ 14-ാം മിനിറ്റിൽ അമീർ മുറില്ലോയുടെ ഫ്രീ കിക്ക് ബ്രസീലിയൻ താരം മാറ്റിയസ് കുൻഹയുടെ ശരീരത്തിൽ തട്ടി വലയിൽ കയറിയതോടെ പനാമ സമനില പിടിച്ചു. തുല്യ ശക്തികളുടെ പോരാട്ടമെന്ന് തോന്നിച്ച ആദ്യ പകുതിയുടെ 39-ാം മിനിറ്റിൽ വിനീഷ്യസിന്റെ ക്രോസിൽ നിന്ന് നായകൻ കസീമീറോ ഹെഡറിലൂടെ ഗോള് നേടി ബ്രസീലിന് വീണ്ടും ലീഡ് നൽകി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ബ്രസീൽ 2-1 മുന്നിലായിരുന്നു. 2-ാം പകുതിയിൽ 10 മാറ്റങ്ങളുമായിട്ടാണ് അൻസലോട്ടി ടീമിനെ ഇറക്കിയത്. ഇത് ബ്രസീലിന്റെ ആക്രമണത്തിന് കൂടുതൽ വേഗത നൽകി. 53-ാം മിനിറ്റിൽ പനാമ പ്രതിരോധത്തിന്റെ പിഴവ് മുതലെടുത്ത് റയാൻ ബ്രസീലിന്റെ 3-ാം ഗോൾ നേടി. 60-ാം മിനിറ്റിൽ ലൂക്കോസ് പക്വേറ്റയുടെ ഷോട്ട് പനാമ ഡിഫൻഡർ കോർഡോബോയുടെ ശരീരത്തിൽ തട്ടി വലയിലെത്തിയതോടെ സ്കോർ 4-1 3 മിനിറ്റിന് ശേഷം ബോക്സിനുള്ളിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ഇഗോർ തിയാഗോ ബ്രസീലിന്റെ ഗോൾ പട്ടിക 5-ലെത്തിച്ചു. 81-ാം മിനിറ്റിൽ പക്വേറ്റയുടെ പാസിൽ നിന്ന് ഡാനിലോ മനോഹരമായ ഒരു ഗോളിലൂടെ ബ്രസീലിന്റെ 6-ാം ഗോളും പൂർത്തിയാക്കി. മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കാർലോസ് ഹാർവി പനാമയ്ക്കായി ആശ്വാസ ഗോൾ നേടിയെങ്കിലും ബ്രസീലിന്റെ ആധിപത്യത്തിന് ഇളക്കം തട്ടിയില്ല. 24 വർഷത്തെ ലോകകപ്പ് കിരീട വരൾച്ച അവസാനിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ബ്രസീലിന് ഈ വിജയം വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. 4-2-4 എന്ന അഗ്രസീവ് ഫോർമേഷനിലാണ് ടീം ഇപ്പോൾ കളിക്കുന്നത്. പരിക്കിനെ തുടർന്ന് നെയ്മർ ഈ മത്സരത്തിൽ കളിച്ചില്ലെങ്കിലും അദ്ദേഹം ലോകകപ്പ് സ്ക്വാഡിലുണ്ട്. 72,140 കാണികളാണ് മാരക്കാനയിൽ ഈ മത്സരം കാണാനെത്തിയത്. ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ജൂൺ 13-ന് ബ്രസീൽ മൊറോക്കോയെ നേരിടും. അതിന് മുന്നോടിയായി ശനിയാഴ്ച ഈജിപ്തിനെതിരെ ഒരു സൗഹൃദ മത്സരം കൂടി ബ്രസീലിനുണ്ട്. ഈ വിജയത്തോടെ ലോകകപ്പ് കിരീടം ലക്ഷ്യമിടുന്ന ടീമുകൾക്ക് ബ്രസീൽ വ്യക്തമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുകയാണ്.